പിന്നെ മർക്കസിൽ ഖസ്റജീന്റെ വീട്ടിൽ നിന്ന് മുടി വരുന്നതിന് മുമ്പ് ഇയാള് പ്രസംഗിക്കുന്നു, ഖസ്റജീന്റെ വീട്ടിൽ മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്, അതിന് രേഖണ്ട് എന്ന് ഇയാള് പച്ചയായി പ്രസംഗിക്കുന്നു. കേട്ടോളി. അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായൊരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനം ോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? വല്ലാത്ത പുണ്യുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടതാണ്, രേഖ ഉണ്ട്, അവിടെയുള്ള രേഖ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണേ പറഞ്ഞേ. ഇപ്പൊ ഇയാള് പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പിന്നെ ഒരാൾ പറയുന്നത് കേട്ടു എന്നാ പറഞ്ഞത്, മാറ്റി പറയുന്നത് മാത്രല്ല അതിനൊരു സാക്ഷിയും. കാഞ്ഞിരക്കുരുവിന് വേപ്പിൻകുരു സാക്ഷി. അതാര്? അവളെ ഖുർആൻ മൊഴിയാര്. അതൊന്ന് കേട്ടോളികൾ. സത്യത്തിൽ പറ്റിച്ചാളാ മീര് പൈസ. ആദ്യമല്ല പണി എല്ലാരെയും പറ്റിക്കല്. വീട്ടിലെ ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ പൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഖസ്റജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ആ ഇടക്ക് ഖസ്റജിയുടെ മുടിയെ പറ്റി പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു മുടിയെ പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം, അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് അമീർ പൈസ. എന്നാൽ അമീർ പൈസ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല, അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്താളാ. നല്ല സാക്ഷി കേട്ടോ. എന്നാ എന്താ പറഞ്ഞത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടില്ലേ? ഇനി ഒന്നുകൂടി വെച്ചു കൊടുക്കുമോ, രണ്ടാളും കൂടി ഒന്നാക്കിയിട്ട്. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായൊരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. എന്നാൽ അമീർ പൈസ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല, അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്താളാ. പറഞ്ഞങ്ങനല്ലോ, നിങ്ങളൊക്കെ കേട്ടില്ലേ? രേഖ സൂക്ഷിച്ചിട്ടുണ്ട്, വേൾഡിൽ അറിയപ്പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്നിട്ട് പറയാ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇയാൾ വകയിൽ കള്ളസാക്ഷി പറഞ്ഞു. ഖുർആന്റെ മേന പറഞ്ഞ് പ്രസംഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു പരിഭാഷ ഇറക്കിയതാ ഞാൻ കേട്ട. ഖുർആന് മുജാഹിദിന്റെ മുഴുവൻ ആശയവും വെച്ചിട്ട് പരിഭാഷ ഇറക്കി. ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് ഈ ഖുർആൻ ഭാഷകൻ. എവിടെങ്ങളെ ഖുർആൻ പരിഭാഷ വേറെ ഒരു പരിഭാഷ നോക്കി എഴുതി അവരെന്നെ കേസ് കൊടുത്തുന്നാ കേട്ട്. അങ്ങനെയെല്ലാം കൂടി ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചതാ കേട്ടത്. ഞാൻ കേട്ടതാണ് കേട്ടോ, കണ്ടതല്ല. നമ്മളെ വലിയോപ്പരി പിന്നെ അസൂയക്കാരുടെ പണിയാണ്. അസൂയക്കാരുടെ പണിയാണെങ്കിലും പറഞ്ഞു കൊടുത്തോളൂ. അസൂയാണ്ട് പോവില്ല. അവിടെ രേഖ ഉണ്ട് എന്ന് പറഞ്ഞ കക്ഷികൾ ഇപ്പൊ എതിർക്കുന്നത്. അപ്പൊ അസൂയ ഉണ്ടാകുന്ന ആർക്കും മനസ്സിലാവൂലേ? സെനതങ്ങ് വായിച്ച അസൂയ അങ്ങ് പോവില്ലേ? അസൂയ പോകാൻ നോക്കാം നമ്മള്. ദർശാണല്ലോ. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷെയർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മുയ മുബാറക്, ഫാരിസിയിലാണ് മുയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലി ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाखे मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नी इस्लामिया कारंदूर जिला कालिकट केरल